മോനെ കിരണേ, മാമനൊരു കാര്യം പറയട്ടാ. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നതല്ല എല്ലാത്തിനും മാനദണ്ഡം. 10ാം ക്ലാസ്സിൽ റിസൾട്ട് അല്ലേ ഇങ്ങനെ ടെൻഷൻ അടിച്ച് മരിക്കുന്നതിന് ഒരു കാര്യമില്ല. എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ. അതൊക്കെ പറഞ്ഞോണ്ടിരിക്കാലോ. 8ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റാൾക്ക് സത്യം വെച്ചാ നീ ഇനി അതിനെ നശിപ്പിക്കാൻ നിൽക്കണ്ട. ഉള്ള കാര്യം പറഞ്ഞുതരാം. കണ്ടു പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോ. വിദ്യാഭ്യാസത്തിൽ ഒരു കാര്യമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ. കുട്ടോത്ത് സ്കൂളിലാ പഠിച്ചിന്. അപ്പൊ കണക്കിന്റെ ദാമോദരൻ മാഷ് പറഞ്ഞോട് A² + 2AB + B². ഇതിന് ഉത്തരം പറയാൻ പറഞ്ഞു. മാഷ് എന്നോട് പറഞ്ഞു, നീ ഇനി ഇത് പഠിച്ചിട്ട് വരാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല, പിന്നെയും തോക്കേണ്ടി വരുന്നു. പിന്നെ ഞാൻ പോയിട്ടാ സ്കൂളിൽ പോയില്ല. തോക്കണ്ടല്ലോ. അതെല്ലാം അച്ഛാ, എനിക്കിപ്പോ എന്തെങ്കിലും കുറവുണ്ടോ? നിനക്കെന്താ കുറവ്? ഒരു കുറവില്ല. എന്റെ അപ്പുറം പഠിച്ച കുറെ ആളുണ്ട്. ഒരു മാസം പണിയെടുത്തിട്ട് വേണം ആ ശമ്പളം കൊണ്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട്. ഞാനോ ഒറ്റ ദിവസം പണിയെടുത്ത് ശമ്പളം എടുത്തിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് വരും. കൂലിപ്പണിയല്ലേ? ശമ്പളം വരുന്നുണ്ടല്ലോ അല്ലേ? ഈ ചെക്കൻ എന്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു? ഈ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം വലിയ കാര്യം നിനക്ക് തോന്നിട്ടേ ഇല്ല മോനെ. നീ ഒരു ടെൻഷൻ അടിക്കണ്ടാ. ഇവനെ ഞാൻ പണിക്കൂട്ടും. എന്തിന്? എന്റെ പരം. നീ വെറുതെ ആ ചെക്കനെ തിരിപ്പിക്കാൻ നിൽക്കണ്ട. ഓനൊരു കുഴപ്പമില്ല. ഓപാസം പിന്നെ നീ അതൊന്നും പറയും. ആ ചെക്കൻ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ പോകേണ്ടതാണ്. നമ്മള് കൊറേ ഉപദേശം. അല്ല, നിന്റെ ഒരു ഉപദേശം വേണ്ട. ഞാൻ ജയിക്കും. എടാ അതിന്റെ അല്ല ഈ പറയണ കുട്ടി. ഇത് മാർക്ക് ശരിക്കും മാർക്ക് ഉണ്ടാവും. പിന്നെ കടന്ന് ചാടാൻ നിക്കണത് എന്തിനാണ്? എന്താ അച്ഛ, എങ്ങനെയെങ്കിലും അങ്ങോട്ട് പാസ്സായിട്ട് കാര്യമില്ല. ഫുൾ A+ കിട്ടണം. ഇല്ലെങ്കിൽ ഒരു നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും നിന്നെ ടെൻഷൻ അടിപ്പിച്ചിട്ടില്ല കേട്ടോ. ആ കാലല്ലത്. അതിൽ ഈ പറയണത് മത്സരിച്ചാ പഠിക്കണ ഓരോ കുട്ടികള്. ശരിച്ചു പഠിക്കണം. ഓരോ സംഭവങ്ങൾ പറഞ്ഞാലും മനസ്സിലാവില്ല. ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഞാൻ മാമനുണ്ട് കൂടെ. എടാ എന്താന്ന് നോക്കിയത്? മാമനും കൂമനും വന്ന ആര് വന്ന്? തോറ്റുവാ. നേരെ നോക്ക്. തോറ്റു. 7, 8, 9, 10. 10 ജയിച്ചു. 10+. 10+. കണ്ടോ അച്ഛാ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ. എടാ ശീതള, എന്താണ് എന്റെ കുട്ടി ജയിക്കും അറിയാലോ. എന്റെ കുട്ടി ജയിക്കും. ഞാൻ എന്നോട് പറഞ്ഞില്ലേ കുട്ടി ജയിക്കുന്നു. അതല്ല, പിന്നെന്താ? അച്ഛനത് പറഞ്ഞാ മനസ്സിലാവില്ല. ആർക്കായാലും ഉണ്ടോ? ഒന്നുമില്ല അനക്ക് വെറുതെ കടന്നിട്ട് തീന്റെയാണ്. ഓൻ ജയിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞില്ലേ ഫുൾ A+ കിട്ടും. ഞാൻ പറഞ്ഞോ ഇഞ്ചി ഫുൾ A+ കിട്ടുന്നൊന്നും പറഞ്ഞിട്ടില്ല ഇഞ്ചി. അച്ഛാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മന്മഥന്റെ മോനെ എത്ര അപ്പുനോ? നോക്ക് എത്ര നോക്ക്. ഓൻ തോറ്റിട്ടുണ്ടാവും. അപ്പു തോറ്റുവാ. ഓനെ പണിക്കൂട്ടാ. ഈ നീച്ച് പോയിക്കോട്. നമുക്കിപ്പൊ കിട്ടിട്ടിരുന്നായിട്ട്. അയ്യോ, അവനാകെ 2 A+ഉം ബാക്കി ഫുള്ള് B+. 2 A+ ഉള്ളൂ അച്ഛാ. അതെ. അയ്യടാ പറ്റിച്ചു. ചില ചാൻസ് ഉണ്ട് പണിക്ക് വരാൻ വേണ്ടി. എന്തത്? അല്ല ഇതെന്തത്? ഫ്ലക്സ്. ഇതിപ്പോ ആരാ ഇത് ജയിച്ചിട്ടുള്ളത്? ആരൊക്കെ A+ കിട്ടിയത്? ഇതല്ലേ? പിന്നെ ഇത് ആരുടെ ഫോട്ടോ വെച്ചേക്കണ നീ? ഇതെന്റത്. ഒരൊറ്റ അങ്ങോട്ട് തന്നാണ്ടല്ലോ. അളിയാ, എന്റെ മോൻ ജയിച്ചിട്ട് നിന്റെ ഫോട്ടോ കയറ്റി വെക്കാം അവിടെ. അളിയ ആരാണ് പ്രചോദനം മോനി?
എന്ത് പ്രചോദനം? ഞാനല്ലേ പ്രചോദനം. 8ാം ക്ലാസ് 3 പ്രാവശ്യം തോറ്റ നീയാണോ എന്റെ മോന് പ്രചോദനം? അളിയ ചെക്കനോട് എപ്പോഴും അളിയൻ പറയില്ലേ, മാമനെ കണ്ടുപിടിക്കരുത്, മാമനെ കണ്ടുപിടിക്കരുത്, മാമനെ കണ്ടുപിടിക്കരുത്. അവൻ മാമനെ കണ്ടുപിടിച്ചില്ല, അവൻ അതുകൊണ്ട് ഫുള്ള് A+ മേടിച്ചു. അപ്പൊ ഞാനല്ലേ പ്രചോദനം അളിയ? ദൈവമേ, നീ ഇങ്ങനെ ഒരു മാമനെ നിനക്ക് കിട്ടിയല്ലോടാ. അതെ, കൂടുതൽ വർത്താനം പറയാൻ നിൽക്കണ്ട. എന്റെ കാശ് ചെലവാക്കിയിട്ട് ഞാൻ പറഞ്ഞാണ് ഈ ഫ്ലെക്സ് അടിക്കാൻ. അതെ. ഇനി നിന്റെ ഫുൾ കാശ് എടുത്തിട്ട് നീ ഫ്ലെക്സ് അടിച്ചോ. എന്റെ മോന്റെ ഫോട്ടോ ആയിരിക്കണതില് നിന്റെ ഫോട്ടോയിൽ കാണരുത് അളിയ. ഇത് തൽക്കാലം ഇവിടെ ഇരുന്നോട്ടെ. അടുത്ത ഫ്ലെക്സ് അടിച്ചോ, അല്ല വേറെ വർത്താനത്തിൽ കണ്ട. എത്ര 8 അടിച്ചിട്ടുണ്ടാവും. 8? അയ്യോ എന്റെ നീ മര്യാദക്ക് എന്റെ കാശ് ഇങ്ങോട്ട് തിരിച്ചോന്നോ? 3 വേറെ സ്റ്റൈലാണ് എന്തത്. ഉണ്ണേ, നീ വെറുതെ കളിക്കാൻ നിൽക്കരുത്. നിനക്ക് ഷെയിൻ ചെയ്യാനുള്ള സമയമല്ലത്. എന്റെ മോൻ ഫുള്ള് മാർക്ക് മേടിച്ച് ജയിച്ചിരിക്കുക. ആൾക്കാർ അവനെ കാണേണ്ടത്. അവനൊരു പ്രശ്നമില്ല അളിയ. അവന് പ്രശ്നമില്ല എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? മോനെ കുഴപ്പമില്ല മോനെ. കാശ് പോയി കേട്ടോ. എടാ, ഈ അയില് വെള്ളത്തിലിട്ടിട്ട് അത് ഇട്ട് നേരാക്കണ്ടേ, വറക്കണ്ടേ? അത് ഉച്ചാമ്പളക്ക് നീ എന്തത് എന്തായി കാണിക്കണേ? എന്റെ മുതലാളിക്ക് വേണ്ടി ഒരു തൊഴിലാളിയുടെ ആത്മസമർപ്പണം. എടാ, ഈ ഹോട്ടലിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഐറ്റത്തുനിന്നും സാധനങ്ങൾ കൊണ്ടു വെച്ചിട്ട് ഇരുന്ന് തിന്നാ. നിനക്കെന്ത് ഭ്രാന്തുണ്ടാ? ഒരാൾക്ക് ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കൂല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം ആരാ ഉണ്ടാക്കിയത്? നമ്മള്. ഇന്ന് ഉദ്ഘാടനം ഹോട്ടല്. പുറത്തുനിന്ന് ആരെല്ലോ വരും, ഇതെല്ലാം കഴിക്കും. എന്തെങ്കിലും കഷ്ടകാലത്തിൽ പോയിസൺ വന്നാൽ ഇവരുടെ ആശുപത്രിയിലാവും, നമ്മളെല്ലാം ജയിലിലാവും. അതുകൊണ്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ഞാൻ നല്ലതാണെങ്കിൽ മുതലാളിയോട് പറയും ഇത് കൊടുത്തോന്ന്. എടാ, അതിന് മുതലാളി ആദ്യമായിട്ട് ഹോട്ടൽ എടുത്തൊന്നല്ല, മൂപ്പരുടെ അച്ഛന്റെ കാലം മുതൽ നടത്തിയിരുന്ന ഹോട്ടലത്. മൂപ്പർ അത് പൂട്ടിയിട്ട് ഗൾഫ് പോയി കുറച്ച് കാശായിട്ട് വന്നിട്ട് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തു എന്ന് വെച്ചാ അയാളെ പഠിപ്പിക്കാൻ നിൽക്ക നീ. അന്നത്തെ കാലമല്ല ഇത്, ഇപ്പൊ ഫുൾ ഫുഡ് പോയിസണാ. അതുകൊണ്ട് ഞാൻ മൊത്തം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ബാക്കിക്കറി ആരെയൊക്കെ ഞാൻ ഉണ്ടാക്കിയത്? എന്നാ ചെറിയ കുഴപ്പമുണ്ടായി. എന്തേ? ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഉപ്പ് കുറവുള്ളവർക്ക് ഇട്ട് കൊടുത്താ പോരാ. ഒന്നാമത് സത്യേട്ടം വരുമ്പോഴേക്ക് ഇത് മുഴുവൻ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ എന്റെ പണി പോവും. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കേട്ടാ. പോ എന്റെ പണി പോയത് തന്നെ. ഒരു മിനിറ്റ്, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സാധനമാണ്. പണി പോയി. ഇല്ലില്ല, ഉദ്ഘാടനമൊക്കെ ചെറിയ ഉദ്ഘാടനം, നാട്ടിൻപുറല്ലേ. ചിലപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് വരാൻ പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇല്ല 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 ഇല്ല, പൂപ്പി മാത്രമേ വരുള്ളൂ, വേറെ ആരും വരില്ല. ഒന്നാമതെന്താ വെച്ചാ ഇങ്ങനെ ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ടുള്ള കച്ചവടം ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പൊ അത് നന്നാവ് നോക്ക്. ശരി ശരി, ഓക്കെ, വെച്ചോ വെച്ചോ, എല്ലാവരും പറഞ്ഞോളേ. എന്താ ഇത്? പൊറോട്ട അല്ല, ഇത് നമ്മള് ഹോട്ടല് വീണ്ടും ഒന്ന് തുറക്കുകയാണല്ലോ. അപ്പൊ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ഉണ്ണി നോക്കുക. എന്റെ സുഖത, ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ? പിന്നെന്താണ് സംശയം നിങ്ങൾക്ക്? അതെ മുതലാളി, നമ്മൾ പുറത്തുനിന്ന് ആരെല്ലോ വന്നിട്ട് കഴിക്കുന്നല്ലേ. കഷ്ടകാലത്തിന് പോയസം വന്നു കഴിഞ്ഞാൽ അറിയാലോ ഇപ്പോഴത്തെ കാര്യം. അല്ല, എന്റെ സുഖത, നല്ല നല്ല സാധനങ്ങൾ നമ്മൾ പുറത്തു പോയിട്ട് വാങ്ങിച്ചതല്ലേ. അതെ, പിന്നെ എന്താണ് അതിനകത്ത് പ്രശ്നം? അത് ഞാൻ ഇവനോട് പറഞ്ഞതാണ്. ഞാൻ എത്ര ഉറുപ്പിയുടെ മുതലാണത്? എന്തിനാണ്? അതേന്നെ, നീ കൈ വെക്കാത്ത നല്ല സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് അലമാരയിലേക്ക് വെക്കി. അപ്പൊ നിങ്ങളെ ഉണ്ടാക്കുക, നിങ്ങളെ തിന്നണം. അല്ല, അത് ഇവനെ അല്ല, വീട്ടിനൊക്കെ ആൾക്കാർ വരും, സമയമുണ്ട്. 11 മണിക്കല്ലേ ഉദ്ഘാടനം. അതെ അതെ, അതിന്റെ മുമ്പ് ഉണ്ടാക്കിയ സാധനങ്ങൾ മുഴുവൻ എടുത്ത് തിന്നാണ്. എടുത്തുകൊണ്ട് പോയ അതിന്റെ ഉള്ളിൽ എന്നെ പൊളിപ്പിക്കാൻ നിൽക്കുക നിങ്ങള്. കൊണ്ടിയാണ് ഉണ്ണി. ഇതിപ്പോ ഏത് ഡോക്ടറെ അടുത്താണ് നമ്മൾ ഈ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കുക? എനിക്കിവിടെ ആരും അറിയില്ല കേട്ടോ. എനക്ക് പരിചയമുണ്ടല്ലോ. ആരെ? ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ്. അതെ, എന്റെ ഭാര്യ ഇവിടെ ആയിരുന്നു പ്രസവം. 5 കൊല്ലം പണിയെടുത്തിട്ട് ക്യാൻറ്റീൻ എടുത്തെ. അപ്പൊ ചാടിക്കലാ പണി. അപ്പൊ ഓട്ടയിലേ നോക്കും, ഗൈനക്കോളജിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഞാൻ പുറത്തിറക്കുന്നില്ലല്ലോ, എനക്കറിയാം. അത് ശരി. അപ്പൊ ഈ ഓട്ടയെ കൂടെ നീ ഡോക്ടറെ കണ്ടിട്ടുള്ളൂ? അതെ.
ഡോക്ടർ എന്നെ കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുമില്ല. സംസാരിക്കാൻ സമയം കിട്ടിയിട്ടാ. ഒറ്റ കുത്താണ് കുത്തൽ. പിന്നെ എന്ത് പരിചയം ഉണ്ടെന്നാണ് പറയുന്നത്? കാര്യപ്പെട്ടൊരു കാര്യത്തിൽ വരുമ്പോൾ അവന്റെ പൊട്ടത്തരം പറയില്ല. സത്യേട്ടൻ പറഞ്ഞറിയാലോ, ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകണം. വാ, ആരെ കണ്ടു നോക്കാലോ. ആരേലും കണ്ടിട്ടുള്ളൂ പറയാൻ. ഹലോ ഹലോ, എവിടെ രണ്ടുപേരും കൂടെ ഓടിക്കറി പോന്നേ? ഞങ്ങളെ നിങ്ങൾ തന്നെ. എവിടെ പോവാ രണ്ടാളും കൂടി? ഞങ്ങള് അവിടേക്ക്. അവിടെ എവിടെ? അവിടെ മറ്റേ ഈ ഡോക്ടറെ കാണാൻ. ഏത് ഡോക്ടർ? ഏത് ഡോക്ടർ? നിങ്ങൾക്ക് എന്താ അസുഖം? അസുഖമൊന്നുമില്ല. പിന്നെ ഞങ്ങളെ ഈ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിട്ടേ. ആ ഞങ്ങൾ ഹോട്ടൽ തൊഴിലാളികളാണേ. എവിടെ നോട്ടെ? ഓ ഓ, അപ്പൊ ലൈസൻസിന് വേണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേർക്ക് ഹെൽത്ത് കാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ ഓ അതാണല്ലേ. ഏത് ഡോക്ടറെ കാണാന്ന് അറിയാണ്ടെങ്ങനെ വിഷമിച്ച് ഇതേ ഇവിടെ നിന്ന് നേരെ പോകുമ്പോ ഫസ്റ്റ് ഡോർ കണ്ടാ? അവിടെ പോയിട്ട് നേരെ ഫസ്റ്റ്. ആ ഇവിടെ നേരെ പോയിട്ട് ആ ഫസ്റ്റ് ഡോറിൽ ചെല്ലുമ്പോ അവിടെ രാഘവൻ ഡോക്ടർ ബോർഡ് വെച്ചിട്ടുണ്ട്. ഡോക്ടർ രാഘവൻ. രാഘവൻ ഡോക്ടർ. പുള്ളിയെ കണ്ടാ മതി. മൂപ്പരാണ് ഇത് തരിക. പുള്ളി എല്ലാം ശരിയായി പെട്ടെന്ന് കിട്ടുമല്ലോ അല്ലേ? പിന്നെ പെട്ടെന്ന് വരും. ഓ എന്നാ പാടാ. ഞാൻ പെൺകുട്ടി എന്ന് വിചാരിച്ചു. എന്താ പേരെന്താ? പണ്ഡിറ്റ്. വെളിച്ചപ്പാടാ? അല്ല, മുടി കെട്ടി വെച്ചോണ്ട് വെച്ച്. മുടി വളർത്തിയല്ല, വെളിച്ചപ്പാടാണ്. ഏ ആ ആ ഏ ആ ഏ ഏ ആ ആ ഏ ആ ആ ഏ ഏ ആ സാറേ, 2 ഹെൽത്ത് കാർഡ് വേണം. ഇതാണ് ഫോറം. നമുക്ക് ഓരോന്ന് മതി. വേണം പോയിട്ട് ആവശ്യം. ഇതെന്റെ ഹോട്ടലാ. അങ്ങനെ മനസ്സിലായി, നമ്മള് ഹോട്ടൽ തന്നെ. സാറേ, ഞങ്ങള് ഹോട്ടൽ ജീവനക്കാരാണ്. ഞങ്ങളുടെ മുതലാളി സത്യശീലൻ എന്ന് പറഞ്ഞ ആൾ ഒരു ഹോട്ടൽ തുടങ്ങുകയാണല്ലോ. അപ്പൊ അതിന് ഈ ഞങ്ങളുടെ സ്റ്റാഫുകളുടെ അല്ലേ, അതെ അതെ, സർട്ടിഫിക്കറ്റ് വേണം. അതെ, ഹെൽത്ത് കാർഡ് വേണം ഞങ്ങൾക്ക് 2 പേർക്കും. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കാനുള്ള കാർഡല്ലേ, ഹെൽത്ത് കാർഡല്ലേ? അതെ അതെ. അതിന് കുറെ പണിയുണ്ട്. നിങ്ങൾക്ക് രോഗം ഉണ്ടോന്ന് പരിശോധിക്കണം. ഇല്ല, ഞങ്ങൾക്ക് ഒരു അസുഖമില്ല. ഹാർട്ടിന് സുഖമുണ്ടോ നിനക്ക്? ഉണ്ട്. എന്റെ അച്ചാച്ചൻ ഓറ് മരിച്ചു, എനിക്കില്ല. നിനക്കുണ്ടോ? എനിക്കില്ല. ചൊറിയുണ്ടോ നിനക്ക്? ചൊറിയുണ്ട്. പിന്നെ കട്ടൂർ പിടിച്ചാന്ന് ചൊറിഞ്ഞിട്ടേ. അത് കടച്ചിലല്ലടാ, ഇത് ചൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മാറാം. പട്ട ചൊറിയാൻ പറ്റുണ്ടോ? ഇല്ല. ആമാശയത്തിൽ വല്ല സുഖമുണ്ടോ ആർക്ക്? നിങ്ങക്ക്? ഇല്ല സാധനം. അല്ല, അതെങ്ങനെ അറിയാം? ആമാശയം വയറിന്റെ അകത്തല്ലേ, അതിന് അസുഖം ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് ഓരോ രോഗത്തിനും അതായത് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് അതില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് തരണം. അതിനിപ്പോ ഒരു 2 ആഴ്ചയിലധികം പിടിക്കും. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാം. ഈ ഹെൽത്ത് കാർഡ് 2 ആഴ്ച. 2 ആഴ്ചയിലധികം പിടിക്കും. സത്യേട്ടൻ പറഞ്ഞത് ഒരു ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നാണല്ലോ. സത്യേട്ടൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തരുന്നു. അതേ ഡോക്ടർ? ഡോക്ടറല്ല, ഞങ്ങളുടെ ഹോട്ടലിന്റെ മുതലാളി. സത്യേട്ടൻ പറഞ്ഞു വന്ന് പറഞ്ഞ കയ്യോടെ ഹെൽത്ത് കാർഡ് കിട്ടുന്നു. അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാണെങ്കില് നമ്മുടെ ഇവിടെ ഒരു അറ്റൻഡർ കുറച്ച് പണ്ഡിറ്റ്, ആ മുടി ഇങ്ങനെ ബാക്കിലേക്ക് ഞങ്ങളിപ്പോ വരുമ്പോ കണ്ടിരുന്നു. അയാളെ കണ്ടാലേ നിങ്ങൾ ഓരോ ഡോക്ടറെ അടുത്ത് പോകണ്ട, എല്ലാരും ഇത് അയാൾ മേടിച്ചു കൊടുത്തിട്ട്. അത്ര നല്ല മനുഷ്യനാണ്. അത്ര നല്ല മനുഷ്യനാണ്. അയാൾ പറയുന്നത് എന്താ വെച്ചാ അതങ്ങ് ചെയ്താ മതി. സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടത് അതിന് ഞങ്ങള് എന്താ ചെയ്യണ്ട്? അങ്ങനെയല്ല, അയാള് പറയുന്ന സംഖ്യയുടെ കൊടുത്താ മതി. ശരി, ഞാനും ഒപ്പിട്ട് തരും. ശരി. അപ്പൊ അയാള് മേടിച്ച പൈസ സാറിനും കിട്ടും, എല്ലാവർക്കും കാര്യം നടക്കും അല്ലേ? അതിന്റെ കാര്യം നടക്കണ്ടേ? അല്ല, ഞങ്ങള് സത്യേട്ടനൊന്ന് വിളിച്ചിട്ടേ ചോദിച്ചോട്ടെ. അല്ല, വേണം, വേണ്ടി വരും. പണ്ഡിറ്റിനെ കാണാം. അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയിലധികം. കയ്യോടെ വേണം. ഒരു 10 പൊറോട്ടയും ഒരു ചില്ലി അല്ലേ നമുക്ക് കൊടുക്കാൻ. കള്ളന്മാരാട്ടോ. എന്താ പറയണത്? വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല, ഇത് കാശ് കിട്ടാൻ വേണ്ടിട്ടാണേ. പൈസക്കോ? അതെയോ? ഈ 5 ലേബിലും കുറേശ്ശെ കാശാണ്ട് കൊടുത്തു കഴിഞ്ഞാലേ നമ്മുടെ വെള്ളത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നാ പിന്നെ അവർക്കത് വാ തുറന്ന് ചോദിച്ചെന്താ കുഴപ്പം? ഇതെങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കോ? കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത്. ഇത് സത്യേട്ടനെ ചെയ്യലല്ലേ. ഇപ്പൊ മെയിൻ ആള് വന്നില്ലേ, ഇപ്പൊ പറഞ്ഞില്ലേ
എന്റെ കയ്യിൽ 5 ലാബിലേക്കും വേണ്ടത് ചുരുട്ടിട്ടാണ്ട് കൊടുത്തു നോക്കും. വെള്ളത്തിന് ഒരു കുഴപ്പമുണ്ടാവും. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഇനി ഞങ്ങൾ ക്ലാസ്സിന് പൊക്കോട്ടെ. ഇതവിടേക്ക് ക്ലാസിന്റെ അല്ലേ നിങ്ങൾ പോണത്? അതെ. അതോ നീ മൃതകം വായിക്കാൻ പോണ്? അല്ല, ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലേ ഒരു മാന്യനാന്ന് തോന്നിക്കോട്ടെ. എന്റെ സുഗത ഭക്ഷ്യസുരക്ഷയുടെ ക്ലാസ്സിനാണ് പോണത്. അതെ. അല്ലേ? എങ്ങനെ ഹോട്ടൽ നടത്തണം, എങ്ങനെ ഹോട്ടലിലെ ഭക്ഷണങ്ങളുടെ കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അല്ലാണ്ട് ഇതിന് ഈ ഡ്രസ്സിന് ഇങ്ങനെ വിഷയമില്ല അവിടെ. അല്ല, ഈ മനുഷ്യന്റെ മാന്യത വസ്ത്രത്തിലാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എളുപ്പം കിട്ടിക്കോട്ടെ ചെയ്താ. ശരി ശരി. പിന്നെ ഒന്നാമത് എനിക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. ഇതിപ്പോ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോവാ. ഇവനാണ് ആവശ്യം. അല്ല, ഇതെന്താ ഇതെന്താണത്? എന്ത് ക്ലാസ്സിന് പോകും. എവിടുന്ന കിട്ടിയ നിനക്കത്? എനിക്ക് പേരും ഷർട്ടൊന്നും ഇല്ലോ. ഞാൻ മന്മോദേട്ടന്റെ വീട്ടിലാണ് വില്ലേജ് ഓഫീസർ. പോറെ വീട്ടിൽ നിന്ന് അനച്ചാറിട്ടുണ്ട്. അതിന് കുപ്പായും പാൻറ്റും ഞാൻ ഇട്ടിട്ട്. ഇത് കയ്യൊക്കെ മടക്കി വെക്കി, കയ്യ മടക്കി വെക്കി. ഇതൊന്ന് വൃത്തി മെനക്കായിട്ട് പോന്റെ ഉണ്ണിയെ. എന്റെ കുപ്പായല്ലോ, അപ്പൊ അതുപോലെ കിട്ടൂല നമ്മളെ ബോഡിക്ക് കണക്കായിട്ട്. മതി മതി. ഞാൻ പാന്റ് ഇൻ ചെയ്യാൻ പറ്റും നോക്ക്. കൊടുക്കണ്ട ഇതിന് ഊരി ചാടൂല. ആ ക്ലാസ് നടക്കുമ്പോ ഊരി ചാടി അതിലും വലിയ കുഴപ്പമാണ്. ബെൽറ്റ് ഇല്ലേ? ബെൽറ്റും തിരി അത് എതക്കടാ നോക്കോ. എന്നാ ശരി സുധാ, പെണ്ണെടുത്തു. പെന്നതാ പോക്കറ്റില്. പോ കേറ്. സമയം വൈകിട്ടാ. നീ കറക്റ്റ് സമയത്ത് ചെന്നില്ല പറയട്ടെ, അവിടെ പുറത്ത് നിർത്തും ചിലപ്പോ. ആ മുതലാളി, എന്താണ്? ഒരു കാര്യം പറയാണ്ടായിരുന്നു. എന്താ പറഞ്ഞോ? അതെ, ആ എനിക്ക് ഒരു 2 ദിവസം ലീവ് വേണമായിരുന്നു മുതലാളി. 2 ദിവസം ലീവ് വേണമായിരുന്നു. അപ്പൊ ഇവിടെ ആര്? ഇല്ല, 2 ദിവസത്തെ ഭക്ഷണം ഞാൻ ഒന്നിച്ചാക്കിട്ട് പോയ പോരെ? 2 ദിവസം ഭക്ഷണം നീ ഒന്നിച്ച് വെക്കില്ലേ? ഇവിടെ കൊടുക്കേനും കൊണ്ടു. എന്റെ പാലമണ്ടയിൽ എന്താടാ കളിമണ്ണാണ്? എന്തിനാണ് ലീവ്? പക്ഷെ ഭാര്യനെ കൂട്ടുന്ന ഉത്സവത്തിന് പോണായിരുന്നു മുതലാളി, അത്യാവശ്യം. അന്ന് ഉത്സവത്തിന് നീ വെക്കോ. നീ വെക്കോ, പിന്നെ അങ്ങോട്ട് വരണ്ട. അല്ല, ഉത്സവത്തിന് ചീട്ട് കളിക്കാൻ പോകുന്നത് പോയിട്ടേ കുഴപ്പമില്ല. ഇവിടെ വരും. നിനക്ക് ഇവിടെ നിൽക്കണോ അതോ ചീട്ട് കളിക്കാൻ പോണോ? എനിക്ക് ഇവിടെ നിൽക്കണം. എന്റെ തൊഴിലായി. എന്നാ പിന്നെ വെക്കോ. വേണം. മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു മോഹമുണ്ട്. അത് ഞാൻ പറഞ്ഞോട്ടെ വേണം. വേറൊന്നുമില്ല, ചെറിയ നിസ്സാരമായ കാര്യം. എന്താ? അങ്ങനൊന്നുമില്ല മാഡം. ഞാനേ ചായ കൊണ്ട് തരുന്നുണ്ട്, ഫയൽ കൊണ്ട് തരുന്നുണ്ട്. എന്തിനും ഉണ്ണിയുണ്ടല്ലോ ഈ ഓഫീസിൽ ഓടി ചാടി നടക്കാൻ വേണ്ടിട്ട്. എന്തിനുണ്ട്, എപ്പോ ഉണ്ട്, ഇനിയും ഉണ്ടാവും. മാഡം, വീടിയില്ല സാറ് ജോയിൻ ചെയ്യാൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ. ആ കസേരയില് തൽക്കാലം ഞാൻ അവിടെ ഇരുന്നോട്ടെ. ഒരാഗ്രഹമാണ് സാറേ, അവിടെ ഇരുന്നോട്ടെ ഞാൻ. ഉണ്ണി ഉണ്ണി ഇവിടുത്തെ ഓയാണ്, അതറിഞ്ഞൂടെ? അറിയാം, ഞാൻ ഇവിടുത്തെ പ്യൂണാന്ന്. അതെല്ലാവർക്കും അറിയുന്നത് തന്നെ. ശീതള സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാക്കും. എന്റെ മാഡം, ശീതള സാർ രാവിലെ ഓഫീസിൽ കയറിയാല് വൈകുന്നേരം 5 മണിക്കല്ലേ ഇറങ്ങി പോലെ വീട്ടിലേക്ക്. അതിന്റെ എന്തെങ്കിലും ആവശ്യം വന്നാലും ഫോൺ വിളിക്കലല്ലേ, ഇങ്ങോട്ട് ഇറങ്ങി വരലണ്ട. എപ്പെങ്കിലും വന്നിട്ടുണ്ടാ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ മാഡം. പിന്നെ ഉണ്ണിക്ക് ഇരിക്കുന്ന ആഗ്രഹമാണെങ്കിൽ ഇരുന്നോ. എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട. മേഡം ഇത് ആരോട് പറയാണ്ടെന്നാ മതി. ഞാൻ ആരോടും പറയില്ല. ആ അവിടെ ഇരുന്നാ മതിട്ടാ, ഒന്നിലും എഴുതൊന്നും ചെയ്യരുത് കേട്ടാ. ഇതൊരു ആഗ്രഹമല്ലേ മനുഷ്യന്മാരെ. നല്ല ആഗ്രഹം. ഒന്നും ഞെക്കൂല, സാധനം തൊടൂല. തുടരുത്. ഞാൻ കൊണ്ടുവച്ച ഫയലല്ലേ ഇത്, പക്ഷെ ഞാൻ തൊടൂല. അതാണ്. അതെ, ഞാനേ ഇപ്പൊ വരാട്ടാ, ഇപ്പൊ വരാം.
ഇനി മുതൽ ഉണ്ണി വേറെ ലെവല. ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതിലൊക്കെ ഇരിക്കുമ്പോൾ. വെറുതെ അല്ല, ഒരു അധികാരം, അധികാര കസേര. സാറേ, ഇത് ഫുഡ് സേഫ്റ്റി ഓഫീസല്ലേ? അതെ, ഇരിക്ക്. ഇരിക്കാൻ കസേരയില്ല സാറേ. എന്നാ നിന്നോ. എന്താണ് പ്രശ്നം? എന്താണ് അത് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഹോട്ടലിനെ കുറിച്ച് ആരോ പരാതി അയച്ചു. എന്നിട്ട് ഈടുന്ന ആള് വന്ന് പരിശോധിച്ചിട്ട് പൂട്ടിച്ചിന്. അതൊന്ന് തുറന്നു തരാൻ പറ്റുമോന്ന് ചോദിക്കാനാ വന്നിന്. ഇപ്പൊ പൂട്ടിയിട്ടില്ല? പൂട്ടിയിട്ടില്ല. ശരി. അപ്പൊ അതിന്റെ താക്കോലാരെയുമില്ലേ? താക്കോൽ എൻ്റെ ഉണ്ട്. കടയും കഴുത്, ഭക്ഷണം കഴുത്, പൂട്ടും കഴുത്, താക്കോലും കഴുത്. തുറക്കാൻ ഞാൻ വരണം. നിങ്ങൾ അല്ല, അത് വേണ്ട, ഞാൻ തുറന്നോളും. അല്ലേ? അപ്പൊ തുറക്കാവുക. പിന്നെ നിങ്ങളല്ലാണ്ട് ഞാനാ തുറക്കണ്ട്? നിങ്ങൾക്ക് തുറക്കാലോ നിങ്ങളെ കട, അല്ലേ? തുറക്കല്ലേ? പിന്നെന്ത് സംശയം? എന്നാ തുറക്കല്ലേ? പിന്നെ അങ്ങനല്ലേ എന്റെ കണക്ക്. പിന്നെ നമ്മളെ സ്ഥാപനം തുറക്കണ്ട്, നമ്മളെന്താ വേറെ. ഹലോ ചേട്ടാ, എന്താ കാര്യം? എന്താ? ഒരു പാവശുദ്ധനായ മനുഷ്യൻ സ്വന്തം കട തുറക്കാൻ അനുവാദം ചോദിക്കാൻ വന്ന്. എന്തായിട്ടാ പ്രശ്നം? എന്റെ പേര് രാഘവൻ എന്നാണ്. എന്റെ ഹോട്ടല് ആരോ പരാതി കൊടുത്തിട്ട് ഇവിടുന്ന് വന്ന് പൂട്ടിച്ചിനി. കഴിഞ്ഞ ആഴ്ച പൂട്ടിയതാണോ? പൂട്ടിനി, കഴിഞ്ഞ ആഴ്ച പൂട്ടിനി. അതൊന്ന് തുറന്നു തരാൻ പറ്റുമോന്ന് ഞാൻ ഈ സാറിനോട് ചോദിക്കാൻ വന്ന. സാറ് പറഞ്ഞു തുറന്നോന്നു. അതുകൊണ്ട് ഞാൻ പോയത്. ചേട്ടാ, അങ്ങനെ തുറക്കാൻ പറ്റില്ല. അത് ചേട്ടന്റെ ഫയല് പുട്ടപ്പ് ചെയ്തിട്ടില്ല. അതായത് ഒരു സാർ വരാനുണ്ട്, വന്നു കഴിഞ്ഞാൽ ആ ഫയല് പുട്ടപ്പ് ചെയ്യും. ചേട്ടാ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നോ. ചെല്. എനിക്കൊടുന്ന് ഇതുപോലെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ അവിടെ കയറിയിരിക്കണേ. തോന്നിയ പോലെ പറയാ ഹോട്ടൽ തുറന്നോളാൻ. വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കയറിയിരിക്കുക. സാററിഞ്ഞ